ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്, നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്രീ ആയിട്ട് ബിറ്റ് കോയിൻസ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നു, ലോമസ്റ്റാർ എന്നുള്ള ആപ്ലിക്കേഷനെ കുറിച്ച്. അപ്പം അതുവഴിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കോയിൻസ് ഒക്കെ ഏൺ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കാൻ കാരണം, അപ്പോൾ അതിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ നമ്മൾ ലോമസ്റ്റാറിൽ കളക്ട് ചെയ്തിരിക്കുന്ന കോയിൻസ് നമുക്ക് എങ്ങനെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ കോയിൻസ്റ്റാളിൽ കളക്ട് ചെയ്ത കോയിൻസ് മറ്റുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം എങ്ങനെയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺസുകൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ നിങ്ങൾ എന്തായാലും ബെൽ ബട്ടൺസ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലോമസ്റ്റാറിൽ നിന്ന് മറ്റു എക്സ്ചേഞ്ചുകളിലേക്ക് കോയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും ഒരു എക്സ്റ്റാർ എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ എക്സ്റ്റാർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. extar.io എന്നാണ് സൈറ്റിൻ്റെ ഡൊമൈൻ ഫുൾ നെയിം ഉള്ളത്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഓപ്പൺ ചെയ്ത് വെക്കുക. കാരണം ഇതൊരു ചൈനീസ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ലോമസ്റ്റാറിൽ വരുന്ന ഒട്ടുമിക്ക കോയിൻസും ഈ എക്സ്ചേഞ്ചിൽ സാധാരണ ലിസ്റ്റ് ചെയ്യും. മുമ്പ് വന്നിട്ടുള്ള ഡീകോൺ കോയിൻസ്, LMC ഒക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്യുന്ന കോയിൻസ് ആണ്. റീസെൻ്റ്ലി റെഡ് കോയിൻസിൻ്റെ ട്രാൻസ്ഫർ ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം എങ്ങനെയാണ് റെഡ് കോയിൻ ഈ മാർക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതുവഴിക്ക് എങ്ങനെയാണ് ഇന്ത്യൻ രൂപയ്ക്ക് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഈ അക്കൗണ്ടിൽ കയറി രജിസ്റ്റർ ചെയ്യുക. iOStar ഒരു അക്കൗണ്ട് എടുത്ത് വയ്ക്കുക. എന്തായാലും സാധാരണ സൈൻ അപ്പ് പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മെയിൽ ID ഒന്ന് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു പാസ്വേഡ് കൊടുത്ത് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് ഓൾറെഡി എക്സ്റ്റാറിലൊരു അക്കൗണ്ട് ഉണ്ട്. ഞാനിപ്പോൾ അത് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ IO എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഓൾറെഡി മൊബൈലായിട്ടത് വെരിഫൈ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി OTP വന്നാലാണ് എക്സ്റ്റാർ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് OTP വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കുറച്ച് നാൾ മുമ്പ് ഞാൻ മൂന്നാഴ്ച മുമ്പ് കുറച്ച് ഡീകോൺ കോയിൻസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ബാലൻസ് കാണിക്കുന്നത്. അത് ഞാൻ പിന്നീട് അത് LMC ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ആദ്യം കാണുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റിൻ്റെ കാര്യങ്ങൾ മൊത്തം നിങ്ങൾ വീഡിയോയിൽ കേട്ട് മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ 3 ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് വാളറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഈ വാളറ്റ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ അക്കൗണ്ട്സിൽ ഉള്ളത്. അതായത് നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ ഏതൊക്കെ കോയിൻസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. LMC എൻ്റെ ഇത്ര ബാലൻസ് ഉണ്ട്, എത്ത് ഇത്ര കാണിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ 0 ആണ്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാം. ആവശ്യമുണ്ടെങ്കിൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ചെയ്യാൻ വേണമെങ്കിൽ ഗൂഗിൾ ഒതൻറ്റിക്കേഷനും ഉണ്ട്. അതുപോലെ തന്നെ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ഏതെന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് റെഡ് കോയിൻസ്, നിങ്ങൾക്ക് ലോമസ്റ്റാറിൽ ഇപ്പോൾ റെഡ് കോയിൻ ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഈ കോയിൻ ലോമസ്റ്റാറിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ കോയിൻസ് ഡീകോൺസ് ഉണ്ട്, അതുപോലെ LTC ഉണ്ട്, എത്ത് ഉണ്ട്, BCH ഉണ്ട്. ഈ കോയിൻസ് ഒക്കെ ലോമസ്റ്റാറിലുള്ള കോയിൻസ് ആണ്. അപ്പോൾ നമുക്ക് ലോമസ്റ്റാറിൽ ഈ കോയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ഉദാഹരണമായിട്ട് നമുക്ക് റെഡ് കോയിൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഈ റെഡ് കോയിൻ ആണ് നമ്മുടെ ലോമസ്റ്റാറിലുള്ള റെഡ് കോയിൻസ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിട്ടാണ് ഞാൻ പറയാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ അതിന് മുമ്പ് ഇവിടെ ട്രേഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒന്ന് അറിയണം. ഈ റെഡ് കോയിന് എന്ത് വിലയുണ്ട്, എത്ര റേറ്റ് ഉണ്ടെന്ന് അറിയണം. അപ്പോൾ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രേഡിംഗ് എന്നൊരു ഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, നമ്മൾ ട്രേഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിട്ട് സെപ്പറേറ്റ് വിൻഡോ ആണ് ഇതിൽ ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഏറ്റവും ടോപ്പ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം LMC BTC എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ LMC BTC പെയർ ആണ്, അതിൻ്റെ ചാർട്ടും റേറ്റാണ് കാണിക്കുന്നത്. അതായത് ഒരു LMC കോയിൻ്റെ റേറ്റ് BTCയിൽ എത്രയാണോ അതാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം റെഡ് കോയിൻ്റെ റേറ്റാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നോക്കുക നമുക്ക് എവിടെയാണ് റെഡ് കോയിൻ്റെ റേറ്റ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണാം ഇത് LMC BTC പെയർ ആണ്, ഇതിൽ റെഡ് കോയിൻ ഇല്ല. അത് തൊട്ടിപ്പുറത്ത് ഉണ്ട്, അതായത് എത്തേരിയമായിട്ട് പെയർ ചെയ്തിട്ടുള്ള റേറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കാണാം റെഡ് എന്ന് പറഞ്ഞ കോയിൻസിൻ്റെ എത്തേരിയമായിട്ട് പെയർ ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചും കൂടെ കാണാം. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ റെഡ് എത്താണ് ഇവിടെ മുകളിൽ കാണിക്കുന്നത്, അതിൻ്റെ ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സെൽ പ്രൈസ് നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം 160, ബൈ പ്രൈസ് 296. അപ്പോൾ ഏകദേശം നല്ലൊരു ഡിഫറൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് സെൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു റെഡ് കോയിൻ്റെ റേറ്റാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 100 റെഡ് കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് 0.016 അതിനോട് അനുബന്ധിച്ച് അത്രയും എത്രയും കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ലോമോസ്റ്റാർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ലോമോസ്റ്റാർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന വ്യൂ ഓൾ അസറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ട്, ഏതൊക്കെ കോയിൻസ് ഉണ്ട് എന്ന് കാണാം. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ റെഡ് കോയിൻസ് എന്ന് പറഞ്ഞോട് കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് എന്ന് പറഞ്ഞ കോയിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ 117 കോയിൻസ് ആണുള്ളത്. എൻ്റെ കയ്യിൽ വേറെ 1-2 അക്കൗണ്ട്സും കൂടി വേറെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോയിൻസ്, അതായത് നമ്മുടെ ലോമോസ്റ്റാർ വാളറ്റിലുള്ള റെഡ് കോയിൻസ് നമുക്ക് xstar.io എന്ന എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യമുള്ളത് നമുക്കിവിടെ തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സിമ്പിൾ കാണാം. നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ ടാബിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിലായിട്ട് വാലറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് എത്രയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എത്ര കോയിൻസ് അവിടെ കിട്ടും എന്നുള്ളത് കൂടെ എഴുതി കാണിക്കും. പിന്നെ വെരിഫിക്കേഷൻ കോഡാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ വാലറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ അതായത് എക്സ്റ്റാർ എക്സ്ചേഞ്ചിലെ റെഡ് കോയിൻ്റെ വാലറ്റ് അഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ അഡ്രസ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്റ്റാറിൻ്റെ എക്സ്ചേഞ്ച് വരണം. അതിന് ശേഷം നമുക്കിവിടെ കാണാം ഡെപ്പോസിറ്റ് എന്നുള്ളൊരു പോർഷൻ കാണാം. നമുക്ക് ഡെപ്പോസിറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓടിപ്പോയി ഇത് പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുക്കരുത്. തൊട്ട് മുകളിൽ ശ്രദ്ധിക്കണം, LMC കോയിൻ്റെ വാലറ്റ് അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കോയിൻ റിസീവ് ആവില്ല. അതുകൊണ്ട് തൊട്ട് മുകളിൽ കാണുന്ന LMCയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് തൊട്ട് മുകളിൽ കാണുന്ന LMCയിൽ ക്ലിക്ക് ചെയ്ത് റെഡ് കോയിൻസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ റെഡ് കോയിൻ്റെ ട്രാൻസാക്ഷൻ ID, അതായത് വാലറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ വാലറ്റ് അഡ്രസ്സ് നമ്മൾ ലോമോസ്റ്റാറിൽ വന്നിട്ട് ഈ വാലറ്റ് അഡ്രസ്സിൻ്റെ പോർഷനിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് സാധാരണ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു QR കോഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ സാധാരണ ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ലോമോസ്റ്റാർ വാലറ്റിൽ പോയിട്ട് റെഡ് കോയിൻസിൻ്റെ വാലറ്റ് അഡ്രസ്സിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കുന്ന ആ വാലറ്റ് അഡ്രസ്സ് ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ വാലറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് എത്ര കോയിൻസ് ആണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 117 കോയിൻസ് ആണുള്ളത്. അപ്പോൾ ഞാൻ 117 കോയിൻസ് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 25 കോയിനോളം നമുക്ക് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് അവർ ഡിഡക്റ്റ് ചെയ്യും. അതുപോലെ തൊട്ട് താഴെ അവർ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ട്രാൻസാക്ഷൻ എമൗണ്ട് മസ്റ്റ് ബി മോർ ദാൻ 50 റെഡ്. അതായത് നമുക്ക് 50 കോയിൻസിനേക്കാളും കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ 25 കോയിൻ അവരുടെ ട്രാൻസാക്ഷൻ ഫീ ആണ്. അപ്പോൾ അതിന് ശേഷം കാണുന്ന വെരിഫിക്കേഷൻ കോഡ് എന്ന ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ കോഡ് കിട്ടണം, മൊബൈലിൽ OTP ആയിട്ട് വരും. അപ്പോൾ നമ്മളത് കിട്ടാനായിട്ട് നമുക്ക് സെൻഡ് കോഡ് എന്നുള്ള ഇടത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവില്ല. അങ്ങനെ പോലെ ഒരു 30 മിനിറ്റ് 1 മണിക്കൂറിനടുത്ത് എടുക്കും സമയം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും റെഡ് കോയിൻ 92 റെഡ് കോയിൻസ്, അതായത് നമ്മൾ ലോമോ സ്റ്റാറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത കോയിൻസ് ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ഇതിൽ പോയാലും കാണാൻ സാധിക്കും നമ്മുടെ കോയിൻസ്. അപ്പോൾ ട്രേഡിങ് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ പേഴ്സ് റെഡ് കോയിൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സ്ചാറിൽ ക്രെഡിറ്റ് ആയിരിക്കുന്ന കോയിൻസ് ഇപ്പോൾ റെഡ് കോയിനാണ്, നിങ്ങൾക്ക് അത് ബിറ്റ് കോയിനായിട്ട് മാറ്റണം അല്ലെങ്കിൽ എത്തേറിയ ആയിട്ട് മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുക. ഏത് കോയിനാണ് ട്രേഡ് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും അതിൻ്റെ റേറ്റ്. ഇവിടെ സെൽ പ്രൈസും കാണാം, ഇവിടെ ബൈ പ്രൈസും കാണാം. എത്തേറിയത്തിലുള്ള റേറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു റെഡ് കോയിൻ്റെ റേറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 92 കോയിൻ എന്നുള്ളത് ഇവിടെ ഷോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 92 കോയിൻസും സെല് ചെയ്യണമെങ്കിൽ ഇവിടെ 92 എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ ടോട്ടൽ എത്തേറിയത്തിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കും. 0.01619 അത്രയും എത്തേറിയം നമുക്ക് സെൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ സെൽ റെഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എത്തേറിയം ആവുകയും ആ എത്തേറിയം നമ്മുടെ വാളറ്റിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ എത്തേറിയത്തിൻ്റെ ഇവിടെ അത്രയും ക്വാണ്ടിറ്റി എത്തേറിയം ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കോയിൻസ് ചെയ്യുന്നത്. പിന്നെ ഈ ബിറ്റ് കോയിൻസ് എത്തേറിയം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് നിങ്ങളുടെ സെപ്പേ അക്കൗണ്ടിലേക്ക് യൂണോ കോയിനിലേക്കൊക്കെ മാറ്റി അത് സെല്ല് ചെയ്ത് ഇന്ത്യൻ രൂപ INR ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഓൾമോസ്റ്റ് ഉള്ള കോയിൻസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടുമിക്ക കോയിൻസും എക്സ്ചേഞ്ചിൽ തന്നെ ക്രെഡിറ്റ് ആവാറുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം വേറെ കുറച്ച് gate.io എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട്. റഫ് കോയിനൊക്കെ അതിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിലൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തായാലും യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.